പഴമക്കാരൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 100-300 വർഷത്തിലധികമായി എന്നില്ല ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ആ നെല്ല് പഴയ കാലത്തിലെ ആൾക്കാർ പറഞ്ഞു വരുന്നതാണ്. പഴയ കാലത്ത് ഈ പ്രദേശമൊക്കെ മുഴുവൻ കാടായിരുന്നു, അങ്ങനെ പറഞ്ഞത് മുഴുവൻ കാടായിരുന്നു, ജനവാസ യോഗ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ആല് എല്ലാ നിലയ്ക്കും ഒരു ആശ്വാസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ ഇവിടെ വന്ന് നിൽക്കാനും ഇവിടെ വെള്ളം കുടിക്കാനും ആൾക്കാർക്ക് തന്നെ ഇവിടെ വന്ന് എത്തുന്ന ഒരു അവസരം തന്നെ ഉണ്ടായിരിക്കും. പിന്നീട് ഈ ആല് പിന്നെ കടപ്പുറം നമ്മളെ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ ആലിനൊരു സംരക്ഷണമായിട്ട് കണ്ടുകൊണ്ട് കടലിൽ നിന്ന് ആ റോഡ് നേരെ തിരിച്ച് കിഴക്ക് ഭാഗത്തേക്ക് തിരിക്കുന്ന ഒരു ചരിത്രം കൂടി ഉണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് കടപ്പുറത്ത് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ആ ഉത്സവകാലത്ത് വന്ന് ആ തെയ്യത്തെ പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രം നമ്മളെ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ആലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാസർഗോഡ് ജില്ലക്കകത്ത് തന്നെ ഇത് ഏറ്റവും ഒരു പഴക്കമുള്ള ഒരു മരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ചരിത്രം പോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രമൊക്കെ തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ മടിക്കകത്ത് ഇങ്ങനെ ഒരു മരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പല ആൾക്കാരും പറഞ്ഞു നമ്മളൊക്കെ പഠിക്കാൻ വരുമ്പോൾ ഇതേപോലെ അതിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ തറയൊക്കെ തന്നെ പണ്ട് ഒരു ഉരുളങ്കല്ലായിരുന്നു, അതൊക്കെ തന്നെ മാറ്റി ഇവിടുത്തെ ചേർത്തെ പിന്നെ സാംസ്കാരിക പ്രവർത്തനം ക്ലബ്ബ് പ്രവർത്തകർ ചേർന്നുകൊണ്ട് നല്ല ഇതിൻ്റെ തറയൊക്കെ കെട്ടി സംരക്ഷിച്ച് ഇന്നും ഇതിനൊരു കോട്ടൻ തട്ടായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ മരം എല്ലാ നിലയിലും ഒരു മരം മുത്തശ്ശിയായി അംഗീകരിക്കാണ്ട് വരെ യോഗ്യതയുള്ളതാണെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. നാടിൻ്റെ ഒരു പിന്നെ പേരും പൈതൃകവും ഒന്നും കൂടെ ഉയർത്തിപ്പെടുമെന്ന് ഞാൻ മനസ്സിലാവും. മടിക്കയെ സംബന്ധിച്ച് നല്ലൊരു അഭിപ്രായം മൊത്തം എല്ലായിടത്തും ഉള്ളത്. മടിക്കി നാട് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര പാശ്ചാത്യമുള്ള നാടും കൂടെയാണ് മടിക്കി. മടിക്കകത്ത് തന്നെ പഴയ കാലത്ത് ജന്മി കുടുംബങ്ങളൊക്കെ തന്നെയാണ് മടിക്കിയൊക്കെ തന്നെ അടക്കി ഭരിച്ചത്. ആ ജന്മി കുടുംബത്തെയൊക്കെ തന്നെ പൂർണ്ണമായി ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾ എല്ലാ നിലയും ഉയർന്നു പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി ജന്മിത്വം പൂർണ്ണമായും തറക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇപ്പോൾ വാരവും പാട്ടും അതുപോലെ തന്നെ ജന്മിത്വമൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രഖ്യാപിച്ച ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ തന്നെ വാരവും പാട്ടും കൊടുക്കില്ല എന്നും ജന്മിത്വം അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മടിക്കുന്നുണ്ട്.